കൃത്യമായ മറുപടി ഉണ്ടാവും രാഹുലിന്റെ ഭാഗത്തുനിന്ന്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് MLA-ക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം മറുപടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒളിവിൽ പോയതാണോ, അല്ലെങ്കിൽ ഒരു സാഹചര്യം വരാത്തത് കൊണ്ട് പുറത്തിറങ്ങിയതാണോ? ഇപ്പൊ അവിടെ വെച്ച് കാണും. ഇത്തരം പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ? രാഹുൽ ഇപ്പൊ മാധ്യമങ്ങളെ കാണും അവിടെ വെച്ച്. ഇതിനെ മൈക്കില്ല. ഈ പോലീസ് വേണ്ട വിധത്തിൽ ഒരു സുരക്ഷ തരുന്നില്ല എന്നൊരു തോന്നല് രാഹുലിനുണ്ടോ? രാഹുൽ ഇന്ന് സഭയിലൊക്കെ ഇതിന് പ്രതിപക്ഷത്തിന് ഒരു കടുത്ത എതിർപ്പാണുള്ളത്. അതിനെന്താണ് പറയാനുള്ളത്? രാഹുൽ തുടർന്നും ഈ സഭയിലെത്തുമോ? രാഹുലെ നാളെ സഭയിലുണ്ടാവും രാഹുൽ. തുടർന്നും എല്ലാ ദിവസവും സഭയിൽ പങ്കെടുക്കുമോ? അവിടെ നിന്ന് ഞങ്ങളിവിടെ നിയമസഭയ്ക്ക് മുന്നിലേക്ക് പോവുകയാണ്. മാധ്യമപ്രവർത്തകരെ നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് കണ്ട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. മറ്റ് ഒരു പ്രതികരണം രാഹുൽ ഇപ്പോൾ നടത്തിയിട്ടില്ല. പോലീസ് സുരക്ഷ ഒരുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യത്തിലും, അതായത് താൻ നിയമസഭയ്ക്ക് മുന്നിലേക്ക് പോവുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയും. അതായത് വിജിൻ വായാന്തോട് വിവരണം വായിച്ചത്. വിജിൻ ഇപ്പോഴെന്താണ് നടക്കുന്നത്? അജിംസ് എന്തായാലും മാധ്യമപ്രവർത്തകരെ അല്പസമയത്തിനകം തന്നെ കാണും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഏകദേശം 10 മിനിറ്റോളം നേരമായി SFIക്കാരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFI പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഇപ്പോഴും വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ്. അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിച്ചിരുന്നു, രാഹുലുമായി സംസാരിച്ചിരുന്നു. നേമം ഷജീറും ഈ വാഹനത്തിന് അകത്ത് തന്നെയുണ്ട്. രാഹുൽ അല്പസമയം മുമ്പ് പോലീസിനോട് സംസാരിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിയമസഭയുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം, എല്ലാ ചോദ്യങ്ങൾക്കും താൻ മറുപടി നൽകാം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒപ്പം തന്നെ SFI പ്രവർത്തകരോട് മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനോ ഒന്നും നേരെ രാഹുലിനെ പോവാൻ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. ക്ലിയർ, ക്ലിയർ, ഒന്നുമില്ല, ഒരു വിഷയമില്ല. നമ്മളിപ്പോ എല്ലാം ക്ലിയർ ചെയ്ത് റോഡ് ക്ലിയർ, വണ്ടി എടുത്തു. കണക്റ്റാണോ? നോക്ക് രാഹുലെ പ്രതിഷേധങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വെച്ചാണ് നിയമസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ അജിംസ് എന്തായാലും അല്പസമയത്തിനകം തന്നെ നിയമസഭയുടെ മുന്നിൽ കാണാം എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വലിയ പ്രതിഷേധം മാറ്റി പോലീസ് രാഹുലിനെ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റോളം നേരം ഇവിടെ വലിയ പ്രതിഷേധമാണ് SFIക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധം. SFI ജില്ലാ സെക്രട്ടറി വിചാരണ ചെയ്യുന്നതിന് സമാനമായി രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിച്ചു, പുറത്തിറങ്ങി വരാൻ പറഞ്ഞു. പക്ഷേ രാഹുൽ ഒരു തരത്തിലും പ്രകോപിതനാകാതെ വാഹനത്തിന് അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇറക്കി വിടൂ എന്ന് വീണ്ടും ആക്രോശിച്ചിട്ടും SFIക്കാർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പോലീസ് പിടിച്ചൊരു ഭാഗത്തേക്ക് മാറ്റിയെങ്കിലും ഇപ്പോഴും അതിനിടയിൽ വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടയിൽ വലിയ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. നന്നേ പാടുപെട്ട് വീണ്ടും പോലീസ് ആ പ്രവർത്തകരെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നിയമസഭയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വഴിയിലൂടെ നിയമസഭയുടെ കവാടത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ പോകുന്നത്. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുമെന്നുള്ളതാണ്. പാർട്ടിയിലെ പോലും സപ്പോർട്ട് ഒരുപക്ഷെ രാഹുലിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ നിയമസഭയിലെത്തുകയും നിയമസഭയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചില നേതാക്കളോട് ഒക്കെ ചോദിച്ചപ്പോൾ പോലും പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താകും രാഹുൽ നിലവിൽ പറയാൻ പോകുന്നത് എന്ന കാര്യത്തിലാണ് ഏറ്റവും ആകാംക്ഷ നിലവിൽ നിലനിൽക്കുന്നത്. SFI പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റി നിയമസഭയുടെ കവാടത്തിലൂടെ ഇപ്പോൾ രാഹുൽ നിയമസഭയ്ക്ക് അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ പുറത്തെ ഗേറ്റിന് പുറത്താകും രാഹുൽ മാധ്യമങ്ങളെ കാണുക. അജിംസ്.